മാർത്തോമ പള്ളിയിലെ ഇത്രയും പ്രായം കുറഞ്ഞ് ഞാൻ എന്തിനാണ് ഈ വേഷത്തിൽ വന്നിരിക്കുന്നത്? അനുകരണം ഒരു കലയാണ്. നമ്മൾ മലയാളികൾ അതിന് മുൻപന്തിയിലാണല്ലോ. ഞാനും അനുകരിച്ചു. ആരെ? അത് പിന്നീട് പറയാം. അതിനു മുൻപായിട്ട് ഈ ഫാമിലി കോൺഫറൻസിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുവാനായിട്ട് ചില മഹൽ വനിതകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് മാരാമൺ കൺവെൻഷൻ കൊയറിലെ അംഗങ്ങളാണ്. ഓക്കെ, ഞാൻ അവർ ഓരോരുത്തരെയായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. നിങ്ങൾ എല്ലാവരും കൈയടിച്ച് അവരെ ഹാർദമായി സ്വീകരിക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ആതുര സേവന രംഗത്ത് മികവ് തെളിയിച്ച് നിരവധി അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായിട്ട് ഒരു അവാർഡ് പോലും വാങ്ങാത്ത ഹോം നഴ്സായി ജോലി ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആനപ്പാറയിൽ നിന്നും വന്ന അച്ഛമ്മ, കായിക മേഖലയിൽ സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈപ്പിഴ വരെ തെറ്റിപ്പോയ ഒറ്റപ്പാറയിൽ നിന്ന് വന്ന വത്സമ്മ, സേവികാ സംഘത്തിന്റെ ഇലക്ഷൻ എടുക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്നാലോചിച്ച് ഇലക്ഷൻ കഴിയുന്നതുവരെ പള്ളിമുറ്റത്ത് പോലും കാലുകുത്താതെ പൊതുവായി പ്രവർത്തിക്കുന്ന അട്ടപ്പാടിയിൽ നിന്നും വന്ന സ്ഥാനാർത്ഥി സാറാമാണ്. പാചകകലയിൽ അതിനിപുണിയാണെന്നും മിസ്സസ് കെ എം മാത്യുവിന് വെല്ലുന്ന കൈപുണ്യമാണെന്നും സ്വയം പ്രശംസിക്കുന്ന ഇവർ ചെറുപ്പം മുതലേ ജഡ്ജി ആകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും വാക്സാമർത്ഥ്യം മാത്രം കൈമുതലായ ഏലപ്പാറയിൽ നിന്നും വന്ന ഏലമ്മ. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യ റായിയെ പോലും വെല്ലുന്ന പ്രദർശനം എന്ന ആശയോടെ മേക്കപ്പ് ചെയ്ത് കാറ്റ് വാക്ക് നടത്തുന്ന ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ പാടുപെടുന്ന സഹോദരിമാർക്ക് ആശ്വാസം പകരുവാനായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണ്. ക്രഷ് തുടങ്ങുന്നതിന് പ്ലാനുണ്ട്. വേണ്ടിയവർ സമീപിക്കാം. മൂന്നാറിൽ നിന്ന് വന്ന മറിയാമ്മ. ഈ പുതിയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായമായ കാര്യം നാട്ടുകാർ അറിയുമല്ലോ എന്ന മനോവിഷമവും, എന്നാൽ സോഫിയ ബൈബിൾ ക്വിസിന്റെ ട്രോഫി എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന അഹങ്കാര പറച്ചിലും കൈമുതലായ ചിറ്റാറിൽ നിന്നും വന്ന ചിന്നമ്മ. ഞാൻ പറഞ്ഞുവല്ലോ ഇവർ മാരാമൺ ഫയർ മെമ്പേഴ്സ് ആണെന്നുള്ള കാര്യം. ഇവർക്ക് ടെമ്പോയും പിച്ചും സംഗതി ഒന്നുമില്ലെങ്കിലും എന്ത് ചോദിച്ചാലും പാട്ടിൽ കൂടി മാത്രമേ ഇവർ മറുപടി പറയുകയുള്ളൂ. എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങിയല്ലേ, തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ മാന്യ വ്യക്തിയായ ജഡ്ജി അമ്മയെ തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യുവർ ഓണർ, ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുമ്പിൽ വെക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ്, IPC സെഷൻ 48A 48B, വിശ്വാസവഞ്ചന, obtaining fraudulent statement എന്നീ വകുപ്പ് പ്രകാരം 10 വർഷം ജയിലിൽ കെട്ടി ഗോതമ്പുണ്ട് കഴിയേണ്ടി വന്ന പത്രോസിനെ എന്നോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോടും ക്ഷമിക്കണമേ.
യുവർ ഓണർ. ആദ്യമായിട്ട് അമ്മച്ചിമാർക്ക് സ്വയം പരിചയപ്പെടുത്തണമെങ്കിൽ പരിചയപ്പെടുത്താം. ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി. നിങ്ങളുടേതായ രീതിയിൽ പേര് പരിചയപ്പെടുത്തണമെങ്കിൽ പരിചയപ്പെടുത്താം. എല്ലാം മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നതിനും വെമ്പൽ കാട്ടുന്ന നമ്മുടെ കേരളത്തിൽ നിന്നും വന്ന നിങ്ങൾ എന്താണ് ഈ വെള്ള വസ്ത്രധാരികൾ ആയത്? നിങ്ങളെ അനുകരിച്ചാണ് ഞാനും ഈ വേഷം ധരിച്ചത്. നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കുടുംബവിശേഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. യൂറോപ്പ് പര്യടനത്തിൽ നിന്ന് വന്ന നിങ്ങൾ അപ്പച്ചന്മാരെ എന്താണ് കൊണ്ടുവരാതിരുന്നത്? അതിരിക്കട്ടെ, അപ്പച്ചന്മാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനെ ഏത് സമയവും പാട്ടും പര്യടനവുമായി നടക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ? ഭർത്താക്കന്മാർ സുന്ദരന്മാരാണെന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയെങ്കിൽ അമ്മായിയമ്മയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഓക്കെ ഓക്കെ. അങ്ങനെയെങ്കിൽ മക്കൾ എങ്ങനെ? അവരായിരിക്കുമല്ലോ കുടുംബം നോക്കുന്നത്. ഒരു വശത്തെ കഷ്ടമാണെങ്കിൽ മറുവശത്ത് സുഖമാണെന്നാണല്ലോ. മരുമക്കൾ എങ്ങനെ? ദുഃഖത്തിന്റെ കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടു ഹല്ലേലൂയ പാടിയിടും ഞാൻ. എന്താ ഈ അമ്മച്ചിമാർക്ക് മരുമക്കളെ കുറിച്ച് വേറൊരു അഭിപ്രായമാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അമ്മായിയമ്മയും മരുമകളും എന്നുള്ള കോൺസെപ്റ്റ് മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ അമ്മയും മകളുമാണ്. ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾക്ക് എന്ത് പറ്റി? ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു കാര്യം മറന്നുപോയി. ഇവിടെ എല്ലാവരും ബർഗറും KFCയും കഴിക്കുന്ന കാലമാണ്. ആരോട് ചോദിച്ചാലും അത് മതിയെന്ന് പറയും. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ. നിങ്ങളുടെ ആഹാര രീതി ഒന്ന് പറഞ്ഞാൽ ഫുഡ് കമ്മിറ്റിക്കാരോട് പറഞ്ഞത് ഓർഗനൈസ് ചെയ്യാമായിരുന്നു. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു വേല ചെയ്യുന്നതാണ് എന്റെ ആഹാരം. നല്ല കാര്യം. ഫുഡ് കമ്മിറ്റിക്കാരുടെ നല്ല കാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിരിക്കട്ടെ, നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് 6th അയർലൻഡ് മാർത്തോമ കോൺഫറൻസിൽ പങ്കെടുക്കുവാനും നമ്മളെല്ലാം പരിചയപ്പെടുവാനും ഇവിടെ എത്തിച്ചേർന്ന റൈറ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനിയോട് അമ്മച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത്? ഒരു 20-കാരന്റെ ചുറുചുറുക്കോടെ രാവും പകലുമില്ലാതെ ഓടി നടന്ന് ഇവിടുത്തെ മാർത്തോമാക്കാരെ നന്നാക്കിയിട്ട് തന്നെ
മാത്രമേ ഞാൻ എൻ്റെ റിട്ടയർമെന്റ് ജീവിതത്തിലേക്ക് കടക്കൂ എന്ന വാശിയോടെ പോരാടുന്ന ഞങ്ങളുടെ അച്ഛനെ അറിയാമോ? പേര് ഞാൻ പറയാം, റെവറൻ ജോർജ് വർഗീസ്. എന്റെ അമ്മ കുടുംബാലം ഉണ്ടാകല്ലേ. അച്ഛനും കൊച്ചുമയും സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. അച്ഛനോടും കൊച്ചുമയ്ക്കും വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി. എന്റെ അമ്മച്ചിമാരെ യൂറോപ്പാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. നാട്ടിലേതുപോലെ തന്നെ ഇവിടുത്തെയും ഖജനാവ് കാലിയാണ്. അത് കാത്തു സൂക്ഷിക്കുന്ന ട്രസ്റ്റുമാരോട് എന്താണ് പറയാനുള്ളത്? പല ചോദനകൾ വരുമ്പോ എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലേ നിന്റെ കാതെല്ലാം ചുമന്നു. സാലറിയിൽ കട്ടിങ് ഉണ്ടായാലും ശരി, സാമ്പത്തിക മാന്ദ്യം വന്നാലും ശരി, പള്ളിയിൽ വന്നോ ഒരു 3 കവറെങ്കിലും പിടിപ്പിക്കാതെ നമ്മളെ ആരെയും സെക്രട്ടറി വീട്ടിൽ വിടും എന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ തോന്നും കവറുമായിട്ടാണോ കേരളത്തിൽ നിന്നും ദുബായ് വഴി ഇന്ത്യക്കാരൻ ഇവിടെ എത്തിയത്. അമ്മച്ചിമാർക്ക് സെക്രട്ടറിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉയർത്തില്ലെന്ന് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന നമ്മുടെ ടീനേജേഴ്സ്, യുവജനങ്ങളും അവർക്ക് എന്താണ് ഉപദേശം കൊടുക്കുവാനുള്ളത്? നെടുന്തൂണ നിൽക്കുന്ന നിങ്ങൾക്ക് ഇവിടുത്തെ സേവിയാ സംഘങ്ങളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സേവികാ സംഘങ്ങൾക്ക് അച്ഛനോട് എന്താണ് പറയാനുള്ളത്? ഇവിടെയായാലും വനിതകൾക്ക് കഷ്ടപ്പാട് തന്നെ. വീട്ടുകാര്യവും നാട്ടുകാര്യവും ജോലി തിരക്കും. രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ മുഴുവൻ പണിയും ചെയ്തു തീർക്കണം ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട്. എന്നാൽ ഇതേ സമയം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരോട് എന്താണ് പറയുന്നത്? നമ്മളുടെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അവരുടെ എല്ലാവരോടും അവരുടെ പ്രത്യാശ എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? സമയപരിധി മൂലം അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഭാരതം എന്ന് കേട്ടാൽ ഓരോ പൗരന്റെയും ചോര തിളക്കണം എന്നാണല്ലോ. ഭാരതത്തിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ഇവിടെ കൂടാനാണോ അതോ തിരിച്ച് നാട്ടിൽ പോകാനാണോ പ്ലാൻ?